CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമയിലുണ്ടായ വെളിപ്പെടുത്തലിൽ താരസംഘടന അമ്മയിൽ പൊട്ടിത്തെറി. മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവരും രാജിവെച്ചു. നിലവിലെ അമ്മ ഭരണസമിതി പിരിച്ചുവിട്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് മലയാള സിനിമാ മേഖലയിലുണ്ടായ വെളിപ്പെടുത്തലിൽ പ്രതികരണവുമായി കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി. വലിയ സംവിധാനത്തെ തകർക്കുകയാണ് മാധ്യമങ്ങൾ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. പെരുമ്പിലാവ് സംസ്ഥാന പാതയിൽ നിയന്ത്രണം വിട്ട ലോറി അറക്കൽ പാടത്തേക്ക് മറിഞ്ഞ ഡ്രൈവർക്ക് പരിക്കേറ്റു. കോട്ടൂർ പള്ളേങ്ങാട്ടിൽ രാജൻ മകൻ രതീഷിനാണ് പരിക്കേറ്റത്. കുന്നംകുളം നഗരത്തിൽ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നതിലെ അനാസ്ഥ അഴിമതിയെന്ന് ആരോപണം. കോൺഗ്രസ് അംഗങ്ങൾ നഗരസഭായോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി പ്രതിഷേധിച്ചു. പഴഞ്ഞി ജെറുസലേമിൽ യുവാക്കളെ മർദ്ദിച്ചതായി പരാതി. ജെറുസലേം സ്വദേശികളായ ചീരൻ വീട്ടിൽ 20 വയസ്സുള്ള CS ജോയൽ, പുതുരപ്പറമ്പിൽ വീട്ടിൽ 21 വയസ്സുള്ള അഭിഷിത്ത് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. പെരുമ്പിലാവിൽ KSRTC ബസിലെ കണ്ടക്ടറെ യാത്രക്കാരൻ മർദ്ദിച്ചു. പെരുമ്പാവൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന സൂപ്പർഫാസ്റ്റ് ബസിലെ കണ്ടക്ടർ പെരുമ്പാവൂർ ഐമുറി സ്വദേശി മഞ്ഞളി പ്രശാന്തിനാണ് മർദ്ദനമേറ്റത്. ക്ഷേത്ര സാമീപ്യം. ആലാപാലത്ത് വാതക ശ്മശാനം നിർമ്മിക്കാനുള്ള നീക്കത്തിൽ നിന്നും പുന്നൂർ പഞ്ചായത്ത് പിന്മാറണമെന്ന് കുരഞ്ഞൂർ ഏരിമൽ ഭഗവതി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ക്ഷേത്രത്തിൽ നിന്ന് 100 മീറ്റർ മാത്രമാണ് ശ്മശാനത്തിലേക്കുള്ള അകലം. ദേശാഭിമാനി കലാകായിക സാംസ്കാരിക വേദി ആൻഡ് പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ എടക്കളത്തൂർ ശ്രീരാമചന്ദ്ര UP സ്കൂളിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവത്തിന്റെ 2ാം ദിനമായ തിങ്കളാഴ്ച കടക്കാവൂർ നടനസഭയുടെ റിപ്പോർട്ട് നമ്പർ 79 അരങ്ങിലെത്തി. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡ് മുരിങ്ങത്തേരിയിൽ പുതിയതായി നിർമ്മിച്ച നവനീതം അംഗനവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. പാഴ്സൽ ലോറിയിൽ നിന്നും വീണ സാധനങ്ങൾ തിരിച്ചു നൽകി നാട്ടുകാർ മാതൃകയായി. ചാവക്കാട് ദേശീയപാത 66 തിരുവത്രയിലാണ് എറണാകുളത്ത് നിന്നും കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന ലോറിയിൽ നിന്നും വീട്ടുപകരണങ്ങൾ റോഡിലേക്ക് വീണത്. ജൈവ പച്ചക്കറി കൃഷിയിൽ വിജയഗാഥ രചിച്ച ഷീജയുടെ പൂക്കൃഷിയിലും 100 മേനി വിളവ്. കണ്ടാണശ്ശേരിയിൽ പാട്ടത്തിനെടുത്ത കൃഷിയിടത്തിലാണ് ബ്രഹ്മകുളം സ്വദേശിനി KS ഷീജ ചെണ്ടുമല്ലി കൃഷിയിലും തന്റെ കയ്യൊപ്പ് ചാർത്തിയിരിക്കുന്നത്. വെള്ളംപാച്ചിലിൽ ആദൂർ ചിറയുടെ സംരക്ഷണ ഭിത്തി ഒലിച്ചുപോയെങ്കിലും മണ്ണൊലിപ്പ് തടഞ്ഞ ചിറയെ സംരക്ഷിച്ച് ആൽമരം. 18 വർഷം മുമ്പ് പരിസ്ഥിതി പ്രവർത്തകനായ സിൻഡോ പുലിയന്നൂർ നട്ടുപിടിപ്പിച്ച ആൽമരമാണ് ആദൂർ മുട്ടിക്കൽ ചിറയുടെ സംരക്ഷകനായിരിക്കുന്നത്. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ പുതിയതായി നിർമ്മിക്കുന്ന യജ്ഞശാലയ്ക്കും സ്ത്രോത്രപീഠത്തിനും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ തറക്കല്ലിട്ടു. കളിക്കുന്നതിനിടയിൽ തോട്ടിൽ മുങ്ങിത്താഴുന്ന 1ാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് റിയാന്റെ രക്ഷകരായ സായി കൃഷ്ണ, ആദർശ്, വിനോദ് എന്നിവർക്ക് സൈക്കിൾ സമ്മാനിച്ച് ഗ്രാൻഡ്മ ഒരുമനയൂരിന്റെ ആദരം. ഒരുമനയൂർ AUP സ്കൂളിൽ നടന്ന ചടങ്ങിൽ MLA NK അക്ബർ കുട്ടി ധീരരായ ഇരുവർക്കും സൈക്കിൾ സമ്മാനിച്ചു. കാലിക്കറ്റ് സർവകലാശാല BA പൊളിറ്റിക്കൽ സയൻസ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടി കൂനമുച്ചി സ്വദേശിനി അൽവീന ബാബു. നാടിന് അഭിമാനമായി മാറിയ മിടുക്കിക്ക് അഭിനന്ദന പ്രവാഹവുമായി MLAയും പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെ ജനപ്രതിനിധികൾ. APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി അക്കിക്കവ് റോയൽ എഞ്ചിനീയറിംഗ് കോളേജിലെ NSS യൂണിറ്റ് വയനാടിന് കൈത്താങ്ങായി വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുന്നതിന്റെ ഭാഗമായി സ്ക്രാപ്പ് ചലഞ്ച് നടപ്പിലാക്കി ധനസമാഹരണം നടത്തി. പ്രശസ്ത ചിത്രകാരനും ശില്പിയും ചിത്രകലാധ്യാപകനുമായിരുന്ന ആർട്ടിസ്റ്റ് ഗണപതിയുടെ ഓർമ്മയ്ക്കായി ശിഷ്യരുടെ കലാകൂട്ടായ്മയായ ഗണപത് ഏർപ്പെടുത്തിയ ഗണപത് ചിത്രകലാ പുരസ്കാരം പ്രശസ്ത ചിത്രകാരൻ മദനന് സമ്മാനിക്കും. കുന്നംകുളം കിഴൂർ വിവേകാനന്ദ കോളേജ് 1992-93 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ വയനാട് ദുരന്തബാധിതർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസഹായം കൈമാറി. തായങ്കളിയുടെ ആരവത്തിലമർന്ന് കണ്ടാണശ്ശേരി. ആർത്തിരമ്പുന്ന ആവേശത്തോടെ ഇനി വൈകുന്നേരങ്ങളിൽ തായങ്കളി സംഘങ്ങളുടെ പോരാട്ടം കനക്കും. ചൂണ്ടൽ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ലേഡി ഇമാക്കുലേറ്റ് ഗേൾസ് ഹൈസ്കൂളിൽ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. വർണ്ണാഭമായി അഷ്ടമിരോഹിണി ആഘോഷങ്ങൾ. കൃഷ്ണരാധവേഷം ധരിച്ചെത്തിയ കുട്ടികൾ നിരത്തുകൾ കീഴടക്കി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന പ്രദക്ഷിണം നാടിനെ അമ്പാടിയാക്കി. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, YouTube ചാനൽ, Facebook പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.